കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി റസീന ബദർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടനുബന്ധിച്ച് സ്വീകരണ സമ്മേളനം നൽകി. സമ്മേളനം കെപിസിസി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി കോൺഗ്രസിലെ റസീന ബദർ തെരഞ്ഞെടുക്കപ്പെട്ടു. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചുള്ള തീരുമാനമാണ് നടപ്പാക്കിയിരിക്കുന്നത്. അതിനകത്തേറെ സന്തോഷമുണ്ട്. ചില വ്യക്തതയും തെറ്റിദ്ധാരണയുടെയും പുറത്താണ് കഴിഞ്ഞ ദിവസം അങ്ങനെ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം മാറി എല്ലാവരും വളരെ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ തീരുമാനത്തിലെത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റസീന ബദറിന് സ്വീകരണവും നൽകി. കെപിസിസി സെക്രട്ടറി എൻ രവി സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാധാമണി രാജൻ കഴിഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത ആളാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ BJP രാധാമണി ആവശ്യപ്പെടാതെ തന്നെ രാധാമണിക്ക് വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അങ്ങനെ ഒരു വിജയം ഉണ്ടായത്. BJPയുടെ പിന്തുണ ഒരിക്കലും സ്വീകരിക്കത്തില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചെയർപേഴ്സൺ സ്ഥാനം വേണ്ട എന്ന് വെച്ചുകൊണ്ട് രാജിവെക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്നത്. കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, K പത്മകുമാർ, K നാസർ, നദീർ, ഹരി കോട്ടിരേത്ത്, രാധാമണി രാജൻ, ആശാരാജ തുടങ്ങിയവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ച BJP CPM ഗൂഢാലോചനയെ തകർത്താണ് വിജയമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശ്രീമതി റസീന ബദർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി കോൺഗ്രസിന്റെ തീരുമാനമനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം BJPയും CPMഉം ചേർന്ന് ഏറെ നാളുകളായി പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകെട്ടിന് പൂർണ്ണമായ ക്ഷതമേൽപ്പിച്ചുകൊണ്ടാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീമതി റസീന ബദർ വിജയിച്ചത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.